നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഡെസ്റ്റിനേഷൻ. നേരത്തെ പറഞ്ഞത് ക്വാർട്ടർ പീറ്ററിലാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ബീഫ് ചേട്ടനാണെങ്കിൽ 5 വെറൈറ്റിയാണ് പറഞ്ഞത്. ഫുഡിൽ തന്നെ പോർക്ക് പറഞ്ഞിട്ടുണ്ട്, മട്ടൺ പറഞ്ഞിട്ടുണ്ട്, ബീഫ് പറഞ്ഞിട്ടുണ്ട്, സൈഡ് ഡിഷായിട്ട് പീനട്ട് മസാല പറഞ്ഞിട്ടുണ്ട്, 3 കോക്ടെയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വാർട്ടർ ജിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ബെയർലി 2000 എക്സീഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോർഷൻ സൈസ് ബ്ലൂ റിബൻ ആ ജിന്ന പറയുന്ന ഒരു ക്വാർട്ടർ അറൗണ്ട് 450 എക്സ്ക്ലൂഡിങ് ടാക്സ്. രണ്ടും 450 ആണ് ലൈക്ക് മെനുവിലെ ചാർജ് പറയുന്നത് എക്സ്ക്ലൂഡിങ്. ഇല്ലേ 800 റുപ്പീസാണ്. സോറി. ഇനി നമുക്ക് ഒഴിച്ച് ഫുഡ് വരട്ടെ. ഫുഡ് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് 2 മോക്ടെയിൽ, അല്ല കോക്ടെയിൽസ് ആണോ? മോക്ടെയിൽസാണ്. 3 മോക്ടെയിൽസ്, ഒരു ബ്ലൂ റൈബാൻഡിൻ്റെ ഡ്രൈ ജിൻ. MRP എത്ര? 450 അല്ലേ? പ്രിന്റഡ് വില 235. MRP എത്ര? 450യോ? 450. 800 രൂപ. 800 രൂപയാണ്. 800 റുപ്പീസാണ്. വെറും വലിപ്പീരാണ് ഈ പരിപാടി. അവർ പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഉണ്ട്, പക്ഷെ അതെല്ലാം 60 ml ആണ്. നമ്മൾ മേൽപ്പറഞ്ഞ ബ്രാൻഡുകളെല്ലാം കണ്ടു. ബോംബെ സഫയർ കണ്ടു, റൂലാൻഡ് കണ്ടു, വിസ്കീസിൽ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്, റെഡ് ലേബിൾ എല്ലാം കണ്ടു. എല്ലാത്തിനും ക്വാർട്ടർ അവൈലബിൾ ആണ്. ഒരു ഏഗർ മാസ്റ്റർ ഷോർട്ടിന് തന്നെ 450 ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വാർട്ടർ ഏഗർ മാസ്റ്ററിൻ്റെ ക്വാർട്ടർ എത്ര? 700, 800 സംതിങ്. അത് മനുഷ്യർ കുടിക്കാത്ത സാധനം. ആ റേറ്റിന് എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഗോവയിൽ എനിക്ക് തോന്നുന്നു 3000 സംതിങ് ഉണ്ടായിരുന്നു അല്ലേ? ഇതെന്തായാലും കൊള്ളാം. ഇത് ഇവിടുത്തെ ബേവറേജിൽ പോയി മേടിക്കുവാണെങ്കിൽ 235 രൂപ. ഞാൻ എക്സൈറ്റഡ്. ഫുഡിൻ്റെ പോർഷനാണ്. ഫുഡിന്റെ പോർഷൻ. ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഫുഡും പറഞ്ഞിട്ടുണ്ട്. 4 വെറൈറ്റി പറഞ്ഞിട്ടുണ്ട്. പോർക്ക് പറഞ്ഞിട്ടുണ്ട്. പോർക്ക്, മട്ടൺ, ചിക്കൻ. ബീഫ് പറഞ്ഞില്ല. ബീഫ് എവിടെ നിന്ന് പറയാം? മെനുവിലുള്ളതല്ലേ പറയാൻ പറ്റും. ബീഫില്ല. പോർക്കുണ്ട്, 2 ചിക്കനുണ്ട്, ഒരു ചിക്കൻ, ഒരു ആട്, ഒരു മട്ടൺ, ഒരു പന്നി, ഒരു കടല. മോക്ടെയിൽസ് കുടിച്ചോ ആരേലും? തുടങ്ങിയിട്ടില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 235 രൂപ കിട്ടുന്ന സാധനത്തിന് നമ്മൾ 800 രൂപ കൊടുക്കുകയാണ്. ലാസ്റ്റ് ടൈം നമ്മൾ കളർ ചേഞ്ചിങ് തന്നെയാണ് ട്രൈ ചെയ്തത്. ലാസ്റ്റ് വീഡിയോയിൽ ഇതിൽ കളർ എഴുതിയിട്ടുണ്ട്, ബ്ലൂ ആണ്. ചേഞ്ച് ആവുമായിരിക്കും അല്ലേ? അടിച്ച് നിന്റെ കളർ മാറായിരുന്നാൽ മതി. ജിന്നല്ലെങ്കിൽ എൻ്റെ കളർ മാറുന്നത് നമുക്ക് ഉടനടി കാണാം. ഇത് സ്ഥലം മൊത്തത്തിൽ വലിപ്പീരാണെങ്കിലും അത്യാവശ്യം കളർഫുള്ളാണ്. അതാണ് ഏക ആശ്വാസം. തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ അബദ്ധമൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു കക്ഷിക്ക് സ്ഥലം ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇന്ന് വരുന്ന വഴിക്ക് റീലിൽ കണ്ടതാണ് റാൻഡമായിട്ട് ക്വാർട്ടർ പീറ്റർ ഇസ് ഓപ്പൺ ഇൻ ഇന്ദിരാനഗർ. എനിക്ക് തോന്നുന്നു ഈ ക്വാർട്ടർ പീറ്റർ ബോബ്സിനൊരു ഭീഷണിയാവും. ക്രൗഡ് കണ്ടിട്ടും വെരി സിമിലർ ടു ബോബ്സിൽ വീക്കെൻഡ്സിലെല്ലാം നല്ല ഇതുപോലെ ലൈക്ക് സിമിലർ ക്രൗഡാണ്. ആൻഡ് ഇറ്റ്സ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പുതിയ ഡിഷസ് വന്നു. ബേസിക് സ്ഥലം കുഴപ്പമില്ല. സ്ഥലം അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. നല്ലതായിട്ട് വായി നോക്കാനൊക്കെ പറ്റും. എല്ലാ ഏജ് ഗ്രൂപ്പിലും ക്രൗഡുണ്ട്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് പിള്ളേരായിരിക്കും, കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും. സീനിയർ ക്രൗഡും ഉണ്ട്. കോളേജ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എനിക്കൊന്നും തോന്നുന്നില്ല. ഇവിടെ എക്കണോമിക്കലായിട്ട് അടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ അതൊക്കെ ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ കൺസേൺ ആണത്, എക്കണോമിക്കലായിട്ട് അടിക്കാനുള്ളത്. അവരുടെ മാത്രം കൺസേൺ അല്ല. ഇപ്പോഴത്തെ എക്കോണമിയിൽ ആരുടെയിലാണ് പൈസ ഉള്ളത് കള്ളുപിടിക്കാൻ? പൈസ ഉള്ളവർ എന്തായാലും ഇതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ ഉണ്ട്. പൈസ ഉള്ളവർക്ക് നല്ല ഓപ്ഷൻ ഉണ്ട്, അവരവിടെ പോകും. ഇത് നല്ല ഓപ്ഷനാണോ എന്ന് നോക്കി നോക്കാം അല്ലേ? നീ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഗാർലിക് ചിക്കനാണ്. ഇറ്റ്സ് ഗുഡ്. ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് അല്ല. ഐ തിങ്ക് പോർഷൻ വൈസ് ഓൾസോ എന്താ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ളതായി. 2 എണ്ണം പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ളതായി. സ്റ്റിൽ നല്ലപോലെ കഴിക്കുന്ന ആളുടെ പറഞ്ഞു. എന്താ പറയുക, ലൈക്ക് ഇപ്പോൾ വിത്തിൻ ലൈക്ക് ഒരു ബോബ്സിലൊക്കെ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റിൽ ഒരു ഫുൾ മീൽ പറയുന്ന എമൗണ്ടിൽ നമ്മൾ 4 ഡിഷ് പറഞ്ഞിട്ടുണ്ട്. ഓൾസോ കോക്ടെയിൽസ്. എങ്ങനെ നോക്കിയാലും എക്കണോമിക്കലാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓരോരുത്തർക്ക് ഒരാൾക്ക് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്താൽ പോരെ. ഒരു മോക്ടെയിലിൻ്റെ പ്രൈസ് ലൈക്ക് ഒരു മോക്ടെയിലിൻ്റെ പ്രൈസേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു കോക്ടെയിലിൻ്റെ പ്രൈസേ ആവുന്നുള്ളൂ.
So I highly recommend this place. You recommend? ഐ ഡോണ്ട്. Why? Give me your reasons. റീസൺ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ബ്ലൂ റിബാൻഡ് ജിന്നിൻ്റെ ഫുള്ളിന് $900 വെളിയിൽ. അത് നമ്മൾ ചോയ്സ് തെറ്റിയതുകൊണ്ടാണ്. ചോയ്സ് തെറ്റിയത് അല്ല, ഒരിക്കലും അല്ല. ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത്. അറൗണ്ട് 800 rupees നമ്മൾ ഏഗർ മാസ്റ്റർ ഉണ്ട് ക്വാർട്ടർ അല്ല, അത് പെഗോ എന്തോ ആണ്. നോ, പെഗിന് മെനു 300-400 rupees ആണ്. ഏഗർ മാസ്റ്ററിന്റെ വില നിനക്കറിയാം. എനിക്കറിയാം. ഗോവയിൽ ലാസ്റ്റ് ടൈം നമ്മൾ ഗോവയിൽ പോയപ്പോൾ അറൗണ്ട് 3000 ആയിരുന്നു. സുഹൃത്തെ, ഗോവയിൽ 3000 രൂപയാണെങ്കിൽ വെളിയിൽ 6000 ആയിരിക്കും. ഇവിടെ ക്വാർട്ടർ കിട്ടുന്നത്. നീ ട്രൈ ചെയ്തോ? വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എക്കണോമിക്കലാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. എന്നാൽ ഫുഡിൻ്റെ അഭിപ്രായം പറ. ഫുഡ് ന്യായമായിട്ട് പറയാമല്ലോ. ഫുഡ് കുഴപ്പമില്ല, ചിക്കൻ കുഴപ്പമില്ല. ഫുഡ് ഇസ് ഗുഡ്. ഇത് കഴിച്ചു നോക്ക്, ഇത് അടിപൊളിയാണ്. കടല വരെ കൊള്ളാം. ഈ കടല കഴിഞ്ഞ ദിവസം രാമേശ്വരം കഫയിൽ നിന്ന് ദോശ ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടെ കടല സുണ്ടൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു, ചുമ്മാ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് സാധനം കൊള്ളാം. അപ്പോൾ അതേ ഐറ്റമാണിത്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. മട്ടൻ ഞാൻ ഉറപ്പ് പറയുന്നു, കംപ്ലൈൻറ്റ് പറയില്ല. മട്ടൻ പൊളി. അതെ, മട്ടൻ പൊളി. അടിപൊളി മട്ടൻ. ആ പോർഷൻ സൈസിൽ ഇപ്പോൾ 150 rupees. ഇറ്റ്സ് എ ഗുഡ് ഡീൽ. കടല യൂഷ്വൽ. കടല ഇത് കോഴിക്കോട് ബീച്ചിലൊക്കെ ബാറിൽ കിട്ടുന്ന സെയിം. ഇത് പക്ഷേ സാധനം കൊള്ളാം. ഏത് അടിപൊളിയല്ലേ? കടലയും കൊള്ളാം. ഇനി ഒരു പന്നിയും കൂടെ വരാനുണ്ട്. പോർക്ക് കൂടെ വരുന്നുണ്ട്. പോർക്ക് ഇമ്പോസ്ഡ് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. നമ്മുടെ ഫുഡിന് റിവ്യൂ പറയാൻ വന്ന ചേട്ടന് പറ്റിയത് ബേറ്റർ ആദ്യം കൊണ്ടുവന്നത് പോർക്കാണ്. പുള്ളി അത് കഴിച്ചിട്ട് പറഞ്ഞു മട്ടൻ കൊള്ളാം, എനിക്ക് ഇഷ്ടമായിരുന്നു. മട്ടൻ അടിപൊളി. മട്ടൻ ഇപ്പോഴാണ് വന്നത്. നേരത്തെ വന്നത് പോർക്കായിരുന്നു, ഇത് പോർക്കാണ്. അതെ, അപ്പം തന്നെ ഫുഡിൻ്റെ ഏകദേശം നിലവാരം പിടികിട്ടിയല്ലോ. മട്ടണും പോർക്കും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് ഫുഡിൻ്റെ കുഴപ്പം. പുള്ളി ആലോചിക്കുകയും ചെയ്തു എന്താണ് മട്ടൺ എല്ലിനകത്ത്. കാര്യമായിട്ട് വന്നത് മൊത്തം എല്ല്. നോക്ക്. ഹായ് ഓൾ, ഇത് ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് വേ മോർ എക്കണോമിക്കൽ ദാൻ ബോബ്സ്. ഇറ്റ്സ് എ റിയലി നൈസ് വൈബ്. ഇഫ് യു റിയലി നോ ദ ബാംഗ്ലൂർ വൈബ്, യു ഗെറ്റ് ഇറ്റ് ഹിയർ. എന്താ പറയുക, വളരെ എക്കണോമിക്കലാണ്. നമുക്ക് എന്താ ഡ്രിങ്ക്സിനെ പറ്റി പറയാനാണെങ്കിലും അല്ലെങ്കിൽ ഫുഡിനെ പറ്റി പറയാനാണെങ്കിലും വളരെ 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 എക്കണോമിക്കലാണ്. ഓൾസോ ഗുഡ് സർക്കിൾ. എന്താ പറയുക, ഞാനിപ്പോൾ അറൗണ്ട് 3K സ്പെൻഡ് ചെയ്തു ബില്ലിൽ. ബട്ട് ദാറ്റ്സ് ഗുഡ്. ദെർ വർ 5 of us. That's it.